ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് ആകാംക്ഷയോടെ എല്ലാവരും ഇരിക്കുകയല്ലേ. നല്ല അടിപൊളി സീനൊക്കെ കേട്ടോ. നമ്മുടെ തമിഴിൽ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ സാന്ത്വനം 2 പോകുന്നത്. അതേ സെയിം ഒറ്റ മാറ്റം ഇല്ലാണ്ട്, അതായത് ആ ഒരു ഭാവ അഭിനയം പോലും ഒരു മാറ്റം ഇല്ലാണ്ടാണ് നമ്മുടെ മലയാളത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് അടിക്കാനും അതുപോലെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ കൊടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓളും കൂടെ കൊടുത്തോളൂ. അങ്ങനെ നമ്മുടെ അലോകിൻ്റെയും നമ്മുടെ അനുവിൻ്റെ ആദ്യ രാത്രിയാണ്. പുതിയ ജീവിതത്തിലോട്ടുള്ള കാൽച്ചുവട് വെപ്പാണ്. പക്ഷേ മറ്റാർക്കെങ്കിലും അറിയാവോ? കൃഷ്ണമംഗലംകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ദേവമംഗലംകാർക്കോ ആർക്കും തന്നെ അറിയില്ല ശരിക്കും ഇവർ വിവാഹിതരായിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ അനു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അലോകിൻ്റെ ജീവിതത്തിലോട്ട് കടന്നുകൂടിയത്. അങ്ങനെ പാലുമായിട്ട് റൂമിൽ കയറിയപ്പോഴത്തേക്കും നമ്മുടെ അലോക് അങ്ങോട്ട് പൊട്ടിത്തെറിക്കണ്. നീ എന്തിനാണ് എൻ്റെ റൂമിൽ കയറി വന്നേക്കണം, അവൾ പാലും കൊണ്ട് വന്നേക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അങ്ങ് തെറിക്കണ്. അത് കൊള്ളാം, എന്താ അലോക് ഏട്ടാ ഈ പറയണത്? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ എന്ന് പറഞ്ഞിട്ട് അലോക് പറഞ്ഞു. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ അലോക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോണതും അനു നേരെ ഓടിപ്പോയി ആ ഡോറങ്ങ് ലോക്ക് ചെയ്യണം കേട്ടോ. അലോകിന് എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ട്, എടി ഞാൻ നിന്നെ ഇന്ന് വരെ പ്രേമിച്ചിട്ടുമില്ല, നിന്നെ സ്നേഹിച്ചിട്ടുമില്ല, എൻ്റെ മനസ്സിൽ പോലും നീ ഇല്ലടി, പിന്നെ ഞാൻ നിന്നെ എങ്ങനെയാടി വിവാഹം കഴിച്ച് നിൻ്റെ കൂടെ കഴിയണത് എന്നൊക്കെ പറയണേ. ഞാൻ ഒരു ആപ്പ് വെച്ചപ്പോൾ നീ തിരിച്ച് 2 ആപ്പ് എനിക്കിട്ട് വെച്ചു അല്ലേ. അപ്പം നമ്മുടെ അനു പറഞ്ഞു, അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ട അലോകേട്ടാ. അതേതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോൾ തന്നെ നീ വീട്ടിൽ പോയിട്ട് മുത്തശ്ശിയോടും അച്ഛനോടും അമ്മയോടും വല്യച്ഛനോടൊക്കെ ഇപ്പോൾ പറയണം നമ്മുടെ കല്യാണം ഒറിജിനലി നടന്നതല്ല, നീ തന്നെയാണ് നിൻ്റെ കഴുത്തിൽ ആ താലി എടുത്ത് ചാർത്തിയെന്നൊക്കെ നീ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അനു പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്യ്, അലോകേട്ടൻ തന്നെ ചെന്ന് പറയുക നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും ഒക്കെ എന്ന് ചെന്ന് പറഞ്ഞോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ കല്യാണം ഇനി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നാലും അവരാരും വിശ്വസിക്കാൻ പോണില്ല. ഞാൻ ഒരിക്കലും അവരെ കൂടെ ഈ സത്യങ്ങൾ പറയാനും പോണില്ല. അതെ, എൻ്റെ കുടുംബത്തിനോട് താൻ കാണിച്ച ആ കൊള്ളരുതായ്മ തരത്തിന് തനിക്ക് ഞാൻ ഇഞ്ചിഞ്ചായിട്ട് തനിക്കിട്ട് ഞാൻ തരുമെന്ന് ഇങ്ങനെ അനു പറയണം കേട്ടോ. നീ എന്തുണ്ടാക്കുന്ന അടി നീ പറയണതെന്ന് അലോക്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണേ കേട്ടോ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഞാൻ കൃഷ്ണമംഗലത്തെ മരുമോള് തന്നെ എന്ന കാര്യം നമ്മുടെ അനു പറയണേ. എന്നിട്ട് അനു ഓടി ചെന്ന് AC ഒക്കെ എടുത്ത് ഓൺ ചെയ്യണേ. ഓ ഞാൻ എങ്ങനെ കിടക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനു ഇങ്ങനെ കിടന്ന ഓരോ ഇത് കാണിക്കണേ. എടി നീ എന്താടി കാണിക്കണേന്ന് പറഞ്ഞ അലോക് അനുവിൻ്റെ കൈ ഇങ്ങനെ പിടിക്കണേ. ഈ സമയം അനു ഒരു കത്തി എടുത്ത് ആ കഴുത്തിൽ അങ്ങോട്ട് വയ്ക്കും അലോകിൻ്റെ. എന്നിട്ട് പറയും, ദേ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ ഇങ്ങനത്തെ ഒരു മുഖം താൻ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല, മനസ്സിലായോ? ഞാൻ ആ കത്തിയിട്ട് ഇവിടെ അങ്ങോട്ട് ഒരു കീറലങ്ങ് കീറും, പിന്നെ ജീവനോടുണ്ടാവില്ല. അത് കേട്ടപ്പോൾ അലോക് നിന്ന് പതറാട്ടോ. എടി കത്തി അടി മാറ്റടി, ഞാൻ ഒന്നും ചെയ്യില്ലടി മാറ്റടി എന്ന് പറയും കേട്ടോ. അങ്ങനെ അനു നല്ല പോലെ അടിപൊളിയായിട്ട് അലോകിനെ വേരട്ടി വരച്ച വരെ നിർത്തുകയാണ്. ഒടുവിൽ അലോക് അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ റൂമിൽ നിന്ന് ഇച്ചിരി നേരം പുറത്ത് പോട്ടെ എന്നുള്ള രീതിയിൽ പുറത്ത് പോയി അവിടെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഇന്ദിരാമ്മ പറയുകയാണ്, എടാ എന്താടാ നീ കാണിക്കണേ, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയില്ലേ, നീ ഇവിടെ എന്ത് കാണാനാണ് ഇവിടെ വന്നിരിക്കണേ, പോയി അകത്ത് പോയി കതവടച്ചിട്ട് പോയി അവൾ ആ കൊച്ചിൻ്റെ കൂടെ കിടക്കുക, അവളിപ്പോൾ അവിടെ നിന്നെയും കാത്തല്ലേ ഇരിക്കണത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. എൻ്റെ മുത്തശ്ശിക്കൊരു നാണം. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഓ ഈ മുത്തശ്ശി എന്നെ ഒന്ന് കൊല്ലാവോ എന്ന രീതിയിൽ അലോക് പല്ലും കടിച്ചുകൊണ്ട് വീണ്ടും റൂമിലോട്ട് കയറുകയാണ് കേട്ടോ. കാരണം ഇന്നതാ എല്ലാവരുടെയും മുന്നിൽ അവരെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഇത്രയും സ്നേഹിച്ച് ആ ഫോട്ടോസൊക്കെ കണ്ട് എല്ലാവരെയും കണ്ണ് തള്ളിപ്പോയി. കാരണം അനുമോൾ എല്ലാവരെയും ഫോട്ടോ കാണിച്ചു കൊടുത്തൊക്കെയാണ് AI നമ്മുടെ അലോകി എന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഫോട്ടോ. അതെന്തുകൊണ്ടും പ്രയോജനമായി. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഇവരുടെ സ്നേഹം എത്രത്തോളം ആഴമുള്ളതാണെന്നും ഡീപ്പാണെന്നും ഒക്കെ ഉള്ളത് അവർക്ക് മനസ്സിലായി, ആര് കൃഷ്ണമംഗലക്കാർക്ക്. അങ്ങനെ അലോക് വീണ്ടും റൂമിലോട്ട് കയറുകയാണ്. അപ്പോഴേക്കും അനു പറഞ്ഞു, ദേ കട്ടിലിൽ ഞാൻ കിടക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നിലത്തെങ്ങാനും കിടന്നു എന്ന് പറയും. അപ്പോഴേക്കും അലോക് പറയും, ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം, മനുഷ്യനെ ഇച്ചിരി സമാധാനം തരാവോ, എൻ്റെ പട്ടി വരും നിൻ്റെ കൂടെ കട്ടിലിൽ കിടക്കാൻ. അയ്യോ അലോകേട്ടാ, പട്ടിയൊന്നും എൻ്റെ കൂടെ കിടക്കണ്ട കേട്ടോ. പിന്നെ അലോകേട്ടൻ്റെ പട്ടിയാണെങ്കിൽ വിട്ടേരെ, കാരണം വെച്ചാൽ പട്ടിക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്താലും അത് തിരിച്ച് നമുക്ക് സ്നേഹം ഇങ്ങോട്ട് തരും. ചില മനുഷ്യർ കണ്ടിട്ടില്ലേ, കാപട്യം നിറഞ്ഞ സ്നേഹം നമ്മുടെ മുന്നിൽ കാണിക്കും, നമ്മൾ അവരെ മനസ്സറിഞ്ഞ് അങ്ങോട്ട് സ്നേഹിക്കും. അങ്ങനത്തെ ചില ആൾക്കാരെ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാന്ന് പറയും. അത് അലോകിനിട്ടുള്ള ഒരു കുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അനു 2 കോമഡി പോലെയൊക്കെ വിരട്ട് ഒക്കെ കൊടുത്തിട്ട് അനു കയറി കട്ടിലിൽ കിടക്കുകയാണ് കേട്ടോ.
അലോക് ഒരു പായൊക്കെ വിരിച്ചിട്ട് നിലത്ത് തന്നെ കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ അനു ചിന്തിക്കുകയാണ്, കാരണം വേറൊന്നുമില്ല, ഇന്ന് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞല്ലേ, അപ്പം ഇറങ്ങി ചെല്ലുമ്പോൾ അമ്മായിയമ്മയും പിന്നെ മുത്തശ്ശിയൊക്കെ നോക്കും, അതിൻ്റെ ഒരു ഹാങ്ങൊക്കെ വേണ്ടേ. അങ്ങനെ കുങ്കുമമൊക്കെ നെറ്റി കിടന്നതൊക്കെ മാച്ച് ആകെ ഒരു പൂവൊക്കെ പിച്ചി പറിച്ച് കളഞ്ഞിട്ട് ആ ഒരു രീതിയിൽ പതുക്കെ അടുക്കളയിലോട്ടൊക്കെ കയറി ചെല്ലണം. മോൾ എഴുന്നേറ്റോ? ഒട്ടും പറ്റില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ആകെ ഒരു ഇതായിട്ടൊക്കെ പോവാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്നലെ ആദ്യ രാത്രിയുടെയൊക്കെ ആ ഒരു പുതുമോടിയാണ് ഈ കാണിക്കണേന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അനുമോൾ അലോക് അവിടെ ഇരുന്നപ്പം പറഞ്ഞു, അതെ അലോക് ഏട്ടാ എനിക്കൊന്ന് പർച്ചേസിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. നീ പൊക്കോ എന്തിങ്ങനെ അലോക് പറയും. ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അമ്മയുടെ അടുത്തും മുത്തശ്ശീരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അനു ഷോപ്പിങ്ങിനായിട്ട് പോകണം. കാരണം വേറെ അനുവിന് മാറ്റി കൊടുക്കാനൊന്നും വേറെ ഡ്രസ്സൊന്നുമില്ല, കാരണം ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അനു പോകണം. അങ്ങനെ അനു ഒരു ടാക്സി പിടിച്ചിട്ട് പോവേണം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അലോക് ചോദിക്കുന്നുണ്ട്, അല്ല അവൾ എവിടെ പോയി അനു എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ അലോകിൻ്റെ അമ്മ പറഞ്ഞു, അത് കൊള്ളാം, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ അവൾ പോയത്, അവൾക്ക് ഡ്രസ്സും മറ്റേ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ മേടിക്കാനുണ്ട് പോവാന്ന്, നീ പൊക്കോളാൻ പറഞ്ഞല്ലേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഒരു ടാക്സി വന്നിങ്ങനെ അവർ കൃഷ്ണമംഗലത്ത് നിൽക്കുകയാണ്. നോക്കിയപ്പോൾ അനു ഒരു ലോഡ് സാധനങ്ങൾ, ഡ്രസ്സും ഗോൾഡും കുറേ കാര്യങ്ങൾ, മേക്കപ്പ് സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അലോകും അതുപോലെ അച്യുതനും എല്ലാവരും അവിടെ നിൽക്കുകയാണ് കേട്ടോ. അല്ല മോള് ഒരു കടയ്ക്കുള്ള സാധനങ്ങൾ മൊത്തം മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ എനിക്കൊന്നും ഇല്ലായിരുന്നല്ലോ ആൻറ്റി, ഇടാനോ മാറിയിടാനോ ഡ്രസ്സോ ഓർണമെൻറ്റ്സോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അലോക് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അല്ല ഇത്രയും പൈസയൊക്കെ നിൻ്റെ അച്ഛൻ നീ ATM കാർഡും എടുത്തുകൊണ്ടാണോ വന്നേ? അത് കൊള്ളാം, പിന്നെ എനിക്കും എന്തെങ്കിലും മാറി ഇടാനും ഉടുക്കാനൊക്കെ എന്തെങ്കിലും വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ദേവമംഗലത്തെ അവസ്ഥ ഭയങ്കരമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബാലൻ ഭയങ്കരമായിട്ട് കുടിക്കുകയാണ്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഭയങ്കര കുടിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ബാലൻ്റെ ആ ഒരു മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. തൻ്റെ മകള് ഇത്രയും നാൾ താൻ സ്വരുക്കൂട്ടി കോർത്തിണക്കി വെച്ച് ഇത്രയും ഒക്കെ ഓരോന്ന് ചെയ്യാൻ വേണ്ടി മോളുടെ കല്യാണം ആകുമ്പോൾ ഇത്രയും പിശുക്ക് പോലെയൊക്കെ കാണിച്ച് ഓരോന്നും ആക്കിയത് തൻ്റെ ഒരേ ഒരു മകളുടെ ആ കല്യാണമെങ്കിലും നല്ല രീതിക്ക് ആർഭാടത്തോടെ നടത്തണം എന്നുള്ള ആഗ്രഹത്തോടെ, അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട്. കാരണം തൻ്റെ കണ്ണും മുന്നിൽ ജീവൻ്റെയും അനുമോളുടെയും കൈ പിടിച്ചു കൊടുക്കേണ്ട ആളായിരുന്നു താൻ. പക്ഷെ താൻ കാണേണ്ടി വന്നതോ ആ വെറും ഭൂലോകത്തെണ്ടിയായിട്ടുള്ള അലോകിൻ്റെ കൈ പിടിച്ച് എൻ്റെ മോള് കൃഷ്ണമംഗലത്തേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതൊരിക്കലും നമ്മുടെ ബാലൻ്റെ മനസ്സിൽ നിന്നും കണ്ണിൽ നിന്നും മായുന്നേയില്ല. അത് ഓർത്തോർത്ത് ബാലൻ ഇങ്ങനെ കുടിക്കുകയാണ്. കാരണം ഗോമതിക്കും ആരും ഒന്നും തടയില്ല. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ട് ആനന്ദോ ആകാശോ അവരെത്ര പറഞ്ഞാലും അത് ബാലൻ മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല. ഒരേ വിഷമവും, കടയിൽ പോവും പിന്നെ ബാറിൽ പോവും, അങ്ങനെയൊക്കെയുള്ള ഓരോരോ രീതിയിലാണ് ബാലൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അനുമോള് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ എല്ലാവരും നോക്കണം കേട്ടോ, ഗോൾഡ് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അലോക് ചോദിച്ചു, അല്ല നീ ഇട്ടുകൊണ്ട് വന്ന വളയും ആ മാലയൊക്കെ ഡയമണ്ട് ആണോ, അതൊക്കെ വിറ്റിട്ടാണോ നീ ഇതൊക്കെ മേടിച്ചതെന്നും ചോദിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വിറ്റിട്ടില്ല, പിന്നെ എൻ്റെ പൈസയെന്നോ അലോക് ഏട്ടൻ്റെ പൈസയെന്നോ ഉണ്ടോ? അപ്പോൾ അച്യുതൻ ഇങ്ങനെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് കേട്ടോ. കാരണം അവളുടെ പൈസയ്ക്ക് മേടിച്ചു എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ കളി അതൊന്നുമല്ല. അപ്പോഴും പറയും, അല്ല പിന്നെ നിനക്ക് എവിടെ നിന്നാണ് കാശ് ഇത്രയെന്നൊക്കെ ചോദിച്ചു. കാരണം ഗോൾഡും ഒക്കെ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോഴാണ് അനു ആ കാര്യം പറയണത്, ഞാൻ അലോക് ഏട്ടൻ്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ ചേട്ടൻ്റെന്നോ എൻ്റെന്നോ അങ്ങനെ വേർതിരിവില്ലല്ലോ. നമുക്ക് പിന്നെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകാനുള്ളേ, നല്ല ഗോൾഡും നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകണ്ടേ. എൻ്റെ അച്ഛനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്നിട്ട് അനുമോൾ അങ്ങ് തകർത്ത് മാസം ഡയലോഗ് എല്ലാവരുടെ മുമ്പിൽ അടിക്കുകയാണ്. മക്കളൊക്കെ നല്ല രീതിയിൽ എപ്പോഴും വടിവൊത്ത വസ്ത്രങ്ങൾ ധരിച്ച് നടക്കണമെന്നുള്ളത് എൻ്റെ അച്ഛന് പണ്ട് തൊട്ടുള്ള നിർബന്ധം. ഞാൻ അങ്ങനെയൊക്കെ ശീലിച്ചതാണ്. ഇത് കേട്ടപ്പോൾ അലോക് നെഞ്ചത്ത് കൈവച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നെ എവള് എന്നെ കുളം തോണ്ടി കൊല്ലും എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് നമ്മുടെ അലോക് ആ മൊബൈലിൽ മെസ്സേജൊക്കെ എടുത്തൊന്ന് ഓൺ ചെയ്യണം. കാരണം അനു പോയപ്പോൾ അലോകിൻ്റെ ഫോൺ സൈലൻറ്റിൽ ഇട്ടിട്ടാണ് പോയത്. കാരണം ഓരോ സ്ഥലത്തും കാർഡ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായാലും അതിൻ്റെ മെസ്സേജ് അലോകിൻ്റെ ഫോണിൽ വരും എന്നുള്ളത് അനുവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ അനു വീട്ടിൽ നിന്ന് കൃഷ്ണമംഗലത്തിൽ നിന്ന് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയത്. ആ സമയം അലോക് എടുത്ത് ഫോൺ ഓൺ ചെയ്ത് എല്ലാം നോക്കുമ്പോൾ എന്താണ് 20,000, 30,000, 1 ലക്ഷം ഒക്കെ ഇങ്ങനെ മെസ്സേജ് പടപടേന്ന് വരാം. 10, 20 ഓരോ സ്ഥലത്ത്
അതിനകത്ത് കയറി ഷോപ്പിംഗ് ചെയ്തതിൻ്റെ ഓരോ എമൗണ്ട് വലിക്കുന്നതിൻ്റെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയം എന്നിട്ട് എല്ലാവരും കേൾക്കുക നമ്മുടെ അനു പറയുന്നുണ്ട്, ഞാനൊരു കാറും കൂടെ ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചു അലോകേട്ടാ. പിന്നെ വിചാരിച്ചു അലോകേട്ടൻ്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ. അപ്പോൾ അലോക് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു കാറുണ്ടല്ലോ, ആ കാറ് പോരെ. അതല്ല, നമുക്ക് മാത്രമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ ചുറ്റി അടിച്ചൊക്കെ ഇങ്ങനെ നടക്കണ്ടേ. നമ്മുടെ ഹണിമൂണൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതല്ലേ. ആ ലോകിന് ഒന്നും പറയാനില്ല. ആ ലോക പല്ലൊക്കെ കടിച്ച് പിടിച്ച് നെരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. എന്തു പറയും? അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തശ്ശിയുടെയോ വല്യച്ഛൻ്റെയോ വല്യമ്മയുടെയൊക്കെ മുമ്പിൽ വല്ലതും പറയാൻ പറ്റുമോ? ജീവിതത്തിൽ ഇതുപോലൊരു വിന അലോകിന് വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഇത്രയും നാൾ മറ്റുള്ളവരെ പറ്റിച്ചും അങ്ങനെയൊക്കെ ഓരോ വിഷമിപ്പിച്ചും നടന്ന ആളാണ്. ഇപ്പോൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി അലോകിന് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അനുമോള് പറയുന്നുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും നോക്കുന്നുണ്ട്. നമുക്ക് ഇനി തൊട്ട് വിരുന്നൊക്കെ പോകണ്ടേ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ എന്നൊക്കെ പറയാനുണ്ട്. അലോകിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൽ തമിഴിൽ ഇത് കാണിക്കുന്നത് നമ്മൾ കാണണം കേട്ടോ ഈ വീഡിയോസ്. കാരണം എന്ന് വെച്ചാൽ ഈ സാന്ത്വനം 2ൻ്റെ ഇനി വരുന്ന ഈ എപ്പിസോഡിലൊക്കെ അടിപൊളിയായിട്ടാണ്. കാരണം അനുവിൻ്റെ പെർഫോമൻസൊക്കെ ഇനി നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. നമ്മളെ മലയാളത്തിൽ വരുമ്പോൾ സൂപ്പറായിരിക്കും. എന്തായാലും നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മുടെ നാളെ വരുന്ന സാന്ത്വനം 2ൽ ഏകദേശം വരുന്നത് അനുമോളുടെ ഈ ഒരു രീതികളും നമ്മുടെ അലോകിനിട്ട് കൊടുക്കുന്ന 8ൻ്റെ പണിയാണ്. അപ്പോൾ ഈ ഒരു സീനും കാര്യങ്ങളൊക്കെ, അതായത് അനുമോൾ പോയി പർച്ചേസ് ചെയ്ത് പറഞ്ഞതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശി കാണുന്നുണ്ട് കേട്ടോ. ആര്? ഇന്ദിരാമ്മയ്ക്ക് അറിയാം. ഇത് അറിഞ്ഞ് വെച്ച് തന്നെ അനുമോൾ അലോകിനിട്ട് കൊടുക്കുന്നതാണ്. എന്തായാലും ഇന്ദിരാമ്മയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമായി. ഇനി അനുവിൻ്റെ പല കള്ളത്തരങ്ങൾക്കും നമ്മുടെ ഇന്ദിരാമ്മ കൂട്ടു നിൽക്കുന്നുണ്ട്. കാരണം വേറൊന്നുമില്ല, ഇനിയിപ്പോൾ അലോകിൻ്റെ വേറൊരു അക്കൗണ്ടിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ഇട്ടേക്കണതും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ദിരാമ്മ നമ്മുടെ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അനുമോൾ പുതിയ പുതിയ പല ഐഡിയകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ അനുമോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃഷ്ണമംഗലത്ത് ഈ ഒരു വെല്ലുവിളി ഏറ്റുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ ബാലനും ദേവമംഗലം കുടുംബം എല്ലാവരും അറിയണത് കുറേ കൂടെ എപ്പിസോഡുകളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും കാത്തു തന്നെ ഇരിക്കാം. അപ്പോൾ ഇനി ഓരോ ദിവസവും നമ്മുടെ സാന്ത്വനം 2ൽ വരുന്ന ഓരോ എപ്പിസോഡുകളും നല്ല അടിപൊളി ട്വിസ്റ്റുകളാണ്. അപ്പോൾ ഓരോ പുതിയ വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സാന്ത്വനം 2ൻ്റെ പ്രൊമോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.